അപ്രതീക്ഷിതമായി ഇരച്ചെത്തിയ ഒരു മഹാദുരന്തത്തിൽ വിറങ്ങലിച്ചു പോയൊരു നാടിൻ്റെ മുഴുവൻ ആശ്വാസവും അവരുടെ പ്രതീക്ഷയുമായി ഇന്ത്യൻ ആർമി മാറുകയാണ്. എത്രത്തോളം ദുർഘടം പിടിച്ച വഴികളിലൂടെയും മുന്നേറാൻ ഒരു തടസ്സവുമില്ലാത്തവരാണ് നമ്മുടെ ഇന്ത്യൻ ആർമി, നമുക്കതറിയാം. പക്ഷേ കേരളത്തിന് ഇങ്ങനെയൊരു കാഴ്ച അത്ര സുപരിചിതമായിരിക്കില്ല. വയനാട്ടിൽ എത്രത്തോളം ദുർഘടം പിടിച്ച ഇടങ്ങളിലൂടെ എത്രത്തോളം അതിസാഹസികതയുടെ ബലത്തിലാണ് ഇന്ത്യൻ ആർമി രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്ന് നമ്മൾ നോക്കണം. നമ്മുടെ അതിർത്തി കാക്കുന്ന ധീരജവാന്മാർക്ക്, നമ്മുടെ ഇന്ത്യൻ ആർമിക്ക്, നമ്മുടെ സൈന്യത്തിന് കൂപ്പുകൈ, ബിഗ് സല്യൂട്ട്. എത്രത്തോളം അപകടം പിടിച്ച ഇടങ്ങളിലാണ് ഈ രാത്രിയും ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ, രക്ഷാപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ, സാന്നിധ്യത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നറിയണമെങ്കിൽ ഈ ദൃശ്യങ്ങളൊന്ന് കാണുക. റെസ്ക്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് നാല് മണിക്കൂറായി. പാലം കെട്ടി അക്കരെയുള്ള ആളുകളെ മൊത്തം ഈ പോയ അക്കരയ്ക്ക് എത്തിച്ചു. മയ്യത്ത് മൊത്തം ആ റോപ്പ് വഴിയാണ് മയ്യത്ത് കടത്തിക്കൊണ്ടിരിക്കുന്നത്. 18 മയ്യത്ത് ഇനിയും കടത്താണ്ട് എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത്. ആളുകളെ മൊത്തം സേഫാക്കിയിട്ടുണ്ട്. ഇപ്പം നോക്കുക, മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല എന്നിവിടങ്ങളിലാണ് ഇന്നലെ രാത്രി ഏതാണ്ട് 1:30 ശേഷം തുടർച്ചയായി ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത്. ഈ ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി, ഭീകരത എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒരു ഗ്രാമം, ഒരു നാട് അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു സൂചനയും നൽകാത്ത വിധത്തിൽ മണ്ണും ചെളിയും കല്ലും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സർവ്വയിടങ്ങളും. പലയിടത്തും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു, ഒഴുകിപ്പോകുന്നു, ശരീരഭാഗങ്ങൾ അറ്റ നിലയിൽ കാണപ്പെടുന്നു. നൂറുകണക്കിന് ആളുകളെ കാണുന്നില്ല എന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ ഭീതിജനകമായൊരു സാഹചര്യത്തിൽ ഇപ്പോഴും അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നു. മലവെള്ളപ്പാച്ചിൽ കുത്തിയൊലിച്ചു പോകുന്നു. അതിനിടയിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ സൈന്യം, വ്യോമസേനയും കരസേനയും NDRFൻ്റെ സേനയും ഒക്കെ ചേർന്നുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിലാക്കുന്നത്. ഈ രാത്രിയിലും അവർ കൊടിയ മഞ്ഞിനെയും തണുപ്പിനെയും മഴയെയും ഉരുൾപൊട്ടൽ സാധ്യതയെയും ഒക്കെ അതിജീവിച്ച്, അല്ലെങ്കിൽ ജീവൻ പണയം വെച്ച് നമ്മുടെ നാടിന് വേണ്ടി, വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടി അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ പ്രതീക്ഷ മങ്ങാതിരിക്കാൻ കൂടെ നിൽക്കുകയാണ്. ഇതുപോലെ കുത്തിയൊലിച്ചു പോകുന്ന വെള്ളത്തിൻ്റെ മറുകരയിൽ പെട്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകളെ താൽക്കാലിക പാലം ഞൊടിയിടയിൽ നിർമ്മിച്ചുകൊണ്ടാണ് സൈന്യം ഇപ്പുറത്തേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ പലയിടത്തും കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങളും അതുപോലെ മാരകമായി പരിക്ക് പറ്റിയവരെയും ഒക്കെ വടം കെട്ടിയും പാലത്തിലൂടെയും ഒക്കെ അതിവേഗത്തിൽ ഇപ്പുറത്തേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ ധ്രുവ് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ എത്തി എയർലിഫ്റ്റ് ചെയ്യുന്ന കാഴ്ച, അത് ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച്, ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ച് അവർ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിലും കടുത്ത സാഹചര്യങ്ങളിലും അവർ ഈ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച വളരെ വിരളമായി നമ്മൾ കണ്ടിട്ടുള്ളൂ.
ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത് വളരെ അപകടകരമായൊരു സ്ഥലത്ത് പൊളിഞ്ഞ ഒരു പാലത്തിനരികിലാണ്. നമ്മൾ ശ്വാസമടക്കി പിടിച്ചാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത്. കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമ്മളെ രക്ഷിക്കാൻ വന്നവർ പോലും അപായത്തിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യം. ശക്തമായ കാറ്റ്, ശക്തമായ കോടമഞ്ഞ്, ഒന്നും കാണാൻ കഴിയാത്ത സാഹചര്യം, നല്ല മഴ പെയ്യുന്ന സാഹചര്യം. ഇതിനിടയിലാണ് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഇന്ത്യൻ ആർമിയുടെ ഓരോ സൈനികനും നമ്മുടെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി എല്ലായിടത്തും പരമാവധി ഓടിയെത്തുന്നത്. ഇപ്പോൾ ഉള്ളത് ധ്രുവ് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ. അത് കഴിഞ്ഞ് MI-17 എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്റർ കൂടി വരും. ആ ഹെലികോപ്റ്റർ കൂടി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളെ കുടുങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് പുറം ലോകത്തേക്ക് എത്തിക്കാനും അവർക്ക് അതിവേഗത്തിൽ ആവശ്യമായ ചികിത്സ നൽകാനും ഒക്കെ അതിലൂടെ സാധിക്കും. അങ്ങനെ ഇന്ത്യൻ ആർമിയുടെ വലിയ തോതിലുള്ള ഒരു രക്ഷാപ്രവർത്തനം, അതായത് അതീവ ദുഷ്കരമായ അതിസാഹസികമായ അപകടം പിടിച്ച ഇടങ്ങളിലൂടെയുള്ള രക്ഷാപ്രവർത്തനമാണ് ഈ രാത്രി പുരോഗമിക്കുന്നത്. നാട്ടുകാരെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളെയും ഒന്നും വിസ്മരിക്കുന്നില്ല. അവരൊക്കെ ഊർജിതമായ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു വശത്ത് സഹായങ്ങളുമായി വാഹനങ്ങൾ വയനാട്ടിലേക്ക് പ്രവഹിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന, ചികിത്സാ കേന്ദ്രങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് രക്തം നൽകാനും ഭക്ഷണം നൽകാനും അവർക്ക് വസ്ത്രം എത്തിക്കാനും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ കൈകോർത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഇപ്പോഴും ദുരന്ത ഭീതി ഒഴിഞ്ഞിട്ടില്ല. അപകട മുനമ്പിൽ തന്നെയാണ് വയനാട് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭയപ്പെടുത്തുന്ന ആശങ്കാജനകമായ വസ്തുത. അതിനിടയിൽ ഇന്ത്യൻ ആർമിയുടെ സേവനം അത് സ്തുത്യർഹമാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കണം. ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട് നേരുകയാണ്. ഇത്തരം ദുരന്തമുഖങ്ങളിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പാഞ്ഞെത്തുന്ന ഓരോ സൈനികനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അവർക്ക് ബിഗ് സല്യൂട്ട് നേരുകയാണ്.